കറി കാണുമ്പോൾ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. അപ്പൊ ഇപ്പോഴും പലർക്കും ഡൗട്ടുണ്ട് വെള്ളയപ്പവും പാലപ്പവും ഒന്നല്ലേന്ന്. ഇനി നിങ്ങളെ കാണിച്ചു തരാം എപ്പോഴാണ് ഇതിന്റെ ചടങ്ങ് തുടങ്ങാൻ. ചിലര് ചോദിക്കൂല, ആരാണ്ട് ചോദിച്ചു അമ്മ സ്ലോയ അല്ലേന്ന്. ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പറയും എപ്പോഴാ 100 ചെന്ന് ഇടിക്കണേന്ന് അറിയില്ല. 2 തയ്ച്ച് കിട്ടിയത്. ആ ഒലീവ് ഗ്രീന്റെ ഷെയ്ഡ് ഉള്ളത് നല്ലതാന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി. 34 ഡിഗ്രി ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടോ? സ്മാഷ് ചെയ്ത് ചേർക്കാൻ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. ഓ വിത്ത് ചപ്പാത്തി. ചപ്പാത്തി അങ്ങനെ വേണമെങ്കിൽ പേര് അങ്ങനെ ഒരു പുതിയ പേരിടാം നമുക്ക്. ഹബ്ബ് വൈറ്റിലെ മുതലേ മുളന്തുരുത്ത് വരെ നിന്നു. അയ്യോ കിറ്റുമായിട്ടാ. ഒരു ചിക്കന്റെ മണമൊക്കെ ഉണ്ട്. താൽക്കാലിക ആശ്വാസം. നോയമ്പ് കാലമാണ്. ചിക്കന്റെ മണം അടിച്ച് പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വഴുതി പോകരുത്. പാടില്ല. എങ്ങനെയുണ്ട്? ഞങ്ങള് വൈകിട്ടത്തേക്ക് ഇവര് 2 പേർക്കും ഞാൻ പറഞ്ഞ ഒരു പാക്കറ്റ് ചപ്പാത്തി അങ്ങ് വാങ്ങിച്ചു. വൈകിട്ടത്തേക്ക് ഒരു കറി ചപ്പാത്തിക്കുള്ള. അപ്പൊ അതെ ചപ്പാത്തി വാങ്ങിക്കാൻ പോവാൻ തുടങ്ങി. ചപ്പാത്തി മാത്രല്ല മല്ലിയ ചേച്ചി വിളിച്ചു അമ്മയുടെ ഹൗസ് കോട്ട റെഡി. അപ്പൊ വന്നു കഴിയുമ്പോ കാണാലോ. കാണിക്കാം മെറ്റീരിയൽ നമ്മൾ കാണിച്ചതാണ്. അതെ അതെ അതെ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുവാ. അപ്പൊ എന്തൊക്കെയോ എടുക്കണ്ട്. അമ്മയുടെ ബുക്കായിരിക്കും ചിലപ്പോ. എഴുതി വെച്ചേക്കണം. പോക്കറ്റിലുണ്ട്. പോക്കറ്റില് സ്റ്റിച്ചിങ്ങിന്റെ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിയെ 12 ആകുമ്പോ എന്തോ ഒരു അടിയന്തരം ഉണ്ട്, അതിന് പോവും. അതിന് മുമ്പ് ചെല്ലണമെന്ന് പറഞ്ഞതാ. പിന്നെ അച്ചിങ്ങ പാൽ എഴുതിയിട്ടുണ്ടല്ലേ. നോട്ട്ബുക്കൊക്കെ നോക്കിയോ? തെറ്റരുത് തെറ്റരുത്. വെറുതെ അല്ല, അപ്പൊ പോയിട്ട് വരുമ്പോ താമസിക്കണേ. എന്തൊരു പാടാ ഇതൊക്കെ നോക്കി വായിച്ച്. അല്ല ശരിയാ, ഞാൻ സമ്മതിച്ചു. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശം. എല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. അത് നോക്കിയും കണ്ടും ഇങ്ങനെ അപ്പൊ തുറിച്ചിങ്ങനെയൊക്കെ നോക്കി മേടിച്ചോണ്ട് വരും. ചില ദിവസം ഇല്ലേ എന്നെ മാർജിൻ ഫ്രീന്ന് വിളിക്കും. ഇതിൽ എന്നാ ഈ ഇന്നത് എഴുതിയേക്കണതിന്റെ അടിയിൽ എഴുതിയേക്കണെന്ന്. ഇത് സവാളയുടെ നിറം അമ്മയുടെ നൈറ്റിയുടെ നിറം ഒരേപോലെ. നൈറ്റി ഇപ്പഴാ നോക്കിയതാ. ശരിയാ, നീ മേടിച്ചതാ ബേബി പിങ്ക് വെട്ടുകാടന്റെ. ഇപ്പൊ കൊടുത്തേക്കണത് വെട്ടുകാട്ടിലെ മെറ്റീരിയലാ. മുളന്തുരുത്തിലെ അവിടെ ചെന്നപ്പോ ഉള്ള മെറ്റീരിയൽ സവോളയിലേക്ക് ഉപ്പ് ചേർക്കണം എല്ലാവർക്കും അറിയാം എന്തിനാണ്. ഉള്ള മെറ്റീരിയൽ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ നമ്മളെ തയ്ച്ചേക്കണത്. അപ്പൊ അവര് 2 ആഴ്ച കഴിയുമ്പോ മെറ്റീരിയൽ കൊണ്ടുവരൂന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബിസിലീസ് ഞാൻ ഉപയോഗിക്കണില്ലല്ലോ. അപ്പൊ സവോള വഴറ്റാനിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചാണ് വഴറ്റാനിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ ഇച്ചിരി ഏറിപ്പോയി. അപ്പൊ ഞാൻ കണ്ടിട്ടിങ്ങനെ കിണ്ണത്തിലേക്ക് വർത്താനം പറഞ്ഞ് ഒഴിച്ചതാ. അല്ല, അല്ലെങ്കിൽ ചിലപ്പോ ഇച്ചിരി ഏറിപ്പോയപ്പോ ഈ കിണ്ണത്തിലേക്ക് മാറ്റി തവയിലേക്ക് മാറ്റി മൂടി വെക്കും. അപ്പൊ കടുക് വറക്കാനോ ഉലത്താനോ എടുക്കുമ്പോ അതിലേക്ക് എടുക്കും. കാരണം ഇതിലേക്ക് ഒഴിച്ചു വെച്ച് പിന്നെ കുപ്പിയിലേക്ക് ഒഴിച്ചാൽ അത് അലമ്പായി പോകും. അപ്പൊ ഇത് വഴറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ കുറച്ച് സംഗതികളൊക്കെ ചേർത്ത് ഒരു ചപ്പാത്തിക്കുള്ള ഒരു ഡിഷാ. അത് വേണമെങ്കിൽ ചിലരൊക്കെ അത് അപ്പത്തിന്റെ കൂടെ കഴിക്കുമെന്ന് തോന്നണം. പക്ഷെ ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇവിടത്തെ താരിപ്പിനുള്ള ചാറ് ഇതിന് കിട്ടൂല കേട്ടോ. പൊട്ടറ്റോ ഒക്കെ ചേർന്നോണ്ട് ഇച്ചിരി കുറുകും. എന്നാലും പൊട്ടറ്റോ ഉടച്ചെടുക്കൂല. അത് കാരണം കുറുകല് കുറവായിരിക്കും, പീസായിട്ട് കിടക്കണം അതില്. അപ്പൊ ഞാൻ അതിലിട്ടേക്കണ പേര് പൊട്ടറ്റോ മസാല എന്നാണ്. നിങ്ങൾക്ക് ഈ കറി കാണുമ്പോ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ഞാൻ എന്റെ രീതിയിൽ ഒരു കറി തയ്യാറാക്കണതാണ്. ഞാനിപ്പോ ഗോതമ്പിന്റെ ഐറ്റം അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇവര് 2 പേരും വേണമെങ്കിൽ വൈകിട്ട് കഴിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞെന്നാ ഇച്ചിരി ഇത് മേടിച്ചോ. അപ്പൊ ഇടിയപ്പം ചോദിച്ചപ്പോ ഇവർക്ക് 2 പേർക്കും ഇടിയപ്പം ഉണ്ടാക്കണ്ട. പിന്നെ അപ്പാണെങ്കിൽ ഇനി ഞങ്ങളുടെ അടുക്കളയിൽ ഈസ്റ്ററിനെ അപ്പം ഉണ്ടാവുള്ളൂ. മാവ് വെച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കണം നോയമ്പ് കാലത്ത് ശരിയല്ല. അതുകൊണ്ട് ഈസ്റ്റിന്റെ അപ്പം ചെയ്യാറുമില്ല. അതുകൊണ്ട് ഞങ്ങള് ഇനിയിപ്പോ അപ്പം ആരും പ്രതീക്ഷിക്കണ്ട. കള്ളപ്പവും പാലപ്പവും വെള്ളയപ്പവും. അപ്പൊ ഇപ്പോഴും പലർക്കും ഡൗട്ടുണ്ട് വെള്ളയപ്പവും പാലപ്പവും ഒന്നല്ലേന്ന്. ഞങ്ങളുടെ നാട്ടിൽ പറയണത് വെള്ളയപ്പത്തിന് വെള്ളയപ്പോന്നും പാലപ്പത്തിന് പകരം ലേസപ്പം എന്നും പറയും. വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി നേർപ്പിച്ച് ദോശ പോലെയുള്ളതിനാ ഇവിടെ പറയണത്. കള്ളപ്പം ആ മാവ് തന്നെ, പക്ഷെ കട്ടി ഇച്ചിരി കൂടുതലായിരിക്കും. റൗണ്ട് കുറവ്, കട്ടി കൂടുതൽ. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ രീതി കേട്ടോ. പിന്നെ പല സ്ഥലത്തും ചിലയിടത്ത് വെള്ളയപ്പത്തിന് ലേസപ്പോന്നും പാലപ്പോന്നും ഒക്കെ പറയണുണ്ടാവും. നമ്മുടെ ഇവിടെ അങ്ങനെ 3 തരം അപ്പം ഉണ്ട്. അപ്പൊ അതെല്ലാം ഇനി ഈസ്റ്റർ സമയവും അതിനുശേഷവും കിച്ചണിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ പുട്ടും ദോശ ഇഡലി ഇടിയപ്പം ചപ്പാത്തി ഇത്രയും ഉണ്ടാവുള്ളൂ. ചപ്പാത്തി അധികം ഉണ്ടാക്കാറില്ല. എനിക്കിപ്പോ ഗോതമ്പ് അങ്ങനെ കഴിക്കാത്തതും കൂടെ ചപ്പാത്തി ഉണ്ടാക്കൽ കുറച്ചു. അപ്പൊ ഇത് വഴറ്റിട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചേക്കണ മിക്സിയില്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്വല്പം
ഓയിൽ ചേർത്ത്. പിന്നെ ആരോ നമ്മളോട് പറഞ്ഞായിരുന്നു വിനീഗർ ചേർത്താലും നല്ലതാണ്. വിനീഗർ ചേർത്ത് ഉണ്ടാക്കിയില്ല കേട്ടോ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാട്ടോ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഇത് ഞാനിങ്ങനെ ഈ ബൗളിൽ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പൊ പിന്നെ തീരുമ്പോ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഒരുപാട് അതിന്റെ ഫ്രഷ്നെസ് പോവില്ല. വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കണില്ല കേട്ടോ. ഞങ്ങൾ അതിൽ എണ്ണ ഒഴിച്ചങ്ങ് അരയ്ക്കുന്നുള്ളൂ, വെള്ളം ചേർക്കൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെജിറ്റബിൾ ഓയിലാണോ? വെജിറ്റബിൾ ഓയില. അത് ചേർത്ത് അരയ്ക്കും, വെള്ളം ചേർക്കൂല. വെള്ളം ചേർത്താൽ പെട്ടെന്ന് കൂത്തു പോകൂലേ, അത് കാരണം. ഈ വഴന്ന് വരട്ടെ കേട്ടോ, നമുക്ക് മൂടി വെക്കാം. വഴന്ന് വരും. ഈ പരിവാകുമ്പോ ടൊമാറ്റോ കേട്ടോ, ഇച്ചിരി വേപ്പിലയിൽ കിടപ്പുണ്ട്, കുറച്ച് വേപ്പില പറിച്ച് ചേർക്കാനുണ്ട്. അത് അവസാനം പറിക്കാട്ടോ. പറിച്ച വേപ്പില തീർന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വേനലായതുകൊണ്ട് പുഴുക്കുത്തല്ലേ, അപ്പൊ നല്ല ഇല നോക്കി പറിച്ചോണ്ട് വരണം. അപ്പൊ അതേ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞില്ലേ, 1-2 ഇളക്കിളക്കി വെച്ചേ എല്ലാം പൊടികൾ നമുക്കങ്ങ് ചേർത്ത് വെച്ച് ഓഫ് ചെയ്തിടാം. അതിനൊരു കാരണമുണ്ട് ഓഫ് ചെയ്തിടാൻ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് പൊട്ടറ്റോ സെപ്പറേറ്റ് വേവിക്കണം. വേവിച്ചിട്ട് പൊട്ടറ്റോ ഒന്ന് വഴറ്റിയേച്ച ഇതിലേക്ക് ചേർക്കണം. അപ്പൊ നമുക്ക് ഇത് ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞ് ഇത് കരിഞ്ഞു പോകും. അത് കാരണമാണ് ഓഫ് ചെയ്തിരുന്നത്. അപ്പൊ രാവിലെ നീ പറഞ്ഞ പോലെ മൾട്ടി ടാസ്ക് അല്ലേ, എഡിറ്റിങ്, അതിന്റെ ഇടയ്ക്ക് കസ്റ്റർഡ് പുഡിങ്ങിന്റെ പിടിച്ചു. അപ്പൊ ഇവിടെ വേറെ വർക്കുകൾ നടക്കണം. അപ്പൊ അത് കാരണം പൊട്ടറ്റോ വേവിക്കാൻ സമയം കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ ഈ പൊടി ഇട്ടേച്ച് അങ്ങ് ഓഫ് ചെയ്തിടുക കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഗ്രീൻ ടീ അടുപ്പത്ത് വെച്ചേക്കണം. പല പരിപാടിയാ. നീ അവിടെ നിന്റെ വർക്കുകൾ ഇതിന്റെ കൂട്ടത്തില് പൊടികൾ ചേർക്കുക. പിരിയം മുളക് പൊടി കേട്ടോ, അത് ഇച്ചിരി കൊഴുപ്പും കളറും ഒക്കെ കിട്ടും. ഇതൊരു ഡാർക്ക് ബ്രൗൺ ആട്ടോ ഈ കറിയുടെ കളറാണ്. പിരിയം മുളക് പൊടി. മല്ലിപ്പൊടി വേണം കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടിയാ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇത് മതി. പിരിയം അല്ല മല്ലിപ്പൊടി. ഗരം മസാല ലാസ്റ്റ് മതി കേട്ടോ. മല്ലിപ്പൊടിയുടെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല അല്ലേ. മല്ലിപ്പൊടി കേരള ചേച്ചിയുടെ ഏതാ മല്ലിപ്പൊടി ആണോ? നല്ല സൂപ്പറാണ്. ഇത് പഴക്കേടില്ല മല്ലിപ്പൊടിക്ക്. ഇനി ഒരു 2-3 ഇളക്കിളക്കി വെച്ച് ഞാൻ അടച്ച് മാറ്റുവാട്ടോ ബർണറിന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല ഇനി മറ്റേത് വേവിച്ചിട്ട് ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇത് ശരിയാവൂല പിന്നെ. അതുകൊണ്ടാണ്. അപ്പൊ പച്ചക്കുത്തൊക്കെ അന്നേരത്തേക്കും പൊക്കോളും. ഇരുന്നേ പൊടികൾ മാറ്റിട്ടെ മൂടുവാണേ. നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇങ്ങോട്ട് വെക്കുവാട്ടോ. ഇനി നിങ്ങളെ കാണിച്ചു തരാം എപ്പോഴാണ് ഇതിന്റെ ചടങ്ങ് തുടങ്ങണെന്ന്. എനിക്ക് വാക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ചൂടായതുകൊണ്ട് പല രീതിയിലാട്ടോ ഞാൻ പറയണത്. നിങ്ങള് സതയോ ഒന്ന് ക്ഷമിച്ചേക്കാം, അല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പൊ ഒരു കാര്യം മറന്നു പോയായിരുന്നു, ലാസ്റ്റ് ഇടാം പെപ്പർ. ഇത് ലാസ്റ്റ് ഇടാം. ഇനി നമുക്ക് അപ്പഴേക്ക് ഗ്രീൻ ടീയുടെ അങ്ങോട്ട് വെള്ളം തിളച്ചു തുടങ്ങി. അപ്പൊ അത് എടുത്ത് വെച്ചേച്ച് നമുക്ക് പൊട്ടറ്റോ വേവിക്കാം. ഓക്കെ. 2 ചെറിയ പൊട്ടറ്റോ, 2 കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് 2 എടുത്തോളൂ. പിന്നെ പൊട്ടറ്റോ അധികം വേണ്ടല്ലോ എന്ന് കരുതിയാട്ടോ. ആ പൊട്ടറ്റോ തൊണ്ട് എത്തി കഴുകി നീറ്റാക്കി വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റിക്കൊണ്ട് വന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. വഴറ്റി വെച്ച് ഈ വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചൊരു 10 മിനിറ്റോളം ചാറ് കുറുകുന്ന വരെ ഇരിക്കണം. അത്രേ ഉള്ളൂ അല്ലേ? ആ കൂടെ കുരുമുളക് പൊടി ഗരം മസാലയും ചേർക്കണം. അത്രേ ഉള്ളൂ. പിന്നെ മല്ലിയില കറിവേപ്പില എല്ലാം ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുക. സിമ്പിളാ, വളരെ സിമ്പിളാ. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത് ടൈം ഡിലേ തന്നെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടെ വഴറ്റുക. ഇപ്പൊ ഈ പൊട്ടറ്റോ ഇത് നേരത്തെ വേവിക്കായിരുന്നു. അപ്പൊ ഇവിടെ കസ്റ്റർഡ് ഉണ്ടാക്കലുണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കലുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ എന്നെ സംബന്ധിച്ച് ഓളിനോളായിട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാ. അത് കാരണം പൊട്ടറ്റോ വേവിക്കുകയും കൂടെ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇത് മിക്സ് ചെയ്ത് കറി ആയാൽ. പിന്നെ ഉച്ചത്തേക്ക് ആവശ്യമില്ല, വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്ക് ഉദ്ദേശിക്കണം. അപ്പൊ പതുക്കെ ആയാലും മതി. പക്ഷെ സ്പീഡിൽ ചെയ്യണവരെ സംബന്ധിച്ച് ഇങ്ങനെ ബർണർ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കോളും. അപ്പൊ ഒന്നില് ഗ്രീൻ ടീയും ഒന്നില് കസ്റ്റർഡ് തയ്യാറാക്കലുമായിരുന്നു, ഒന്നിലിത് വഴറ്റിലുമായിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയത്. അല്ലാണ്ട് സ്ലോ വേണോന്ന് വിചാരിച്ചിട്ടല്ല. ചിലര് ചോദിക്കൂല, ഇന്നാണ് ആരാണ്ട് ചോദിച്ചു അമ്മ സ്ലോയാ അല്ലെന്ന്. ഞാൻ സ്ലോയാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടെയുള്ളവര് എനിക്ക് ഫാസ്റ്റാന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കലേ. ഇവിടെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പറയും എപ്പോഴാ 100 ചെന്ന് ഇടിക്കണേന്ന് അറിയില്ല. എനിക്ക് അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വർക്ക് ഇവര് 2 പേരും വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യണ വർക്ക് ഇവര് 10 മിനിറ്റ് കൊണ്ട് എടുത്ത് ചെയ്യണ വർക്ക് ഞാൻ ചിലപ്പോൾ 5 മിനിറ്റ് തീരും. പക്ഷെ അത്രയും പെർഫെക്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ടാവൂല. അപ്പൊ ഇവർക്ക് അതുകൊണ്ട് എന്റെ വർക്കിന് ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് അവരുടെ പോലെ പെർഫെക്റ്റ് അല്ല എന്ന്. പക്ഷെ ഞാൻ
സ്പീഡിൽ കാര്യങ്ങൾ നടത്തും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ രാവിലത്തെ സ്പീഡ് ഒരു മനുഷ്യർക്കും ഉണ്ടാവൂല. പ്രായം അങ്ങോട്ടായി, ചൂട്, പല പല കാരണങ്ങൾ ഉണ്ടാവൂല. ഓരോ മനുഷ്യനും എപ്പോഴും ഒരേ രീതിയിൽ ഇരിക്കാൻ പറ്റൂല. ഇപ്പൊ രാവിലെ നല്ല എനർജി ആയിരിക്കും ഒരു 4 മണി വരെ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ രാത്രിയിൽ വീഡിയോ എടുക്കുമ്പോഴേ എപ്പോഴും ടയേർഡായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അത് എന്നാന്ന് വെച്ചാൽ റെഗുലർ വീഡിയോ ഇങ്ങനെ സാറ്റർഡേ സൺഡേ എടുക്കുമല്ലേ, അതിന്റെ ഇടയ്ക്ക് മറ്റ് ഡ്യൂട്ടികൾ ഉണ്ടാകും. ആരെങ്കിലും അതിന്റെ ഇടയ്ക്ക് വന്നാൽ അവരെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. അപ്പൊ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ ചെടി നനകൾ, പരിപാടികൾ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും സന്ധ്യ ആകുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അങ്ങ് മടുപ്പാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. സന്ധ്യ ആകുമ്പോൾ പിന്നെ അത്രയ്ക്ക് ഇതൊന്നും ഉണ്ടാവൂല, തട്ടിക്കൂട്ടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. എന്റെ സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ട ഇവര് ചിരിച്ച് മണ്ണ് വെക്കും. അതിന്റെ താഴെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തിലാണ് സ്ലോ എന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് റെസ്പോൺസ് ഉണ്ടായില്ല. ഗ്രീൻ ടീ മേശയിൽ ഇരിപ്പുണ്ട്, പിടിച്ചേച്ച് പോരാ. അപ്പ വന്നു സാധനം മേടിച്ചോണ്ട് പോയിട്ട് പൊട്ടറ്റോ ചെയ്യാട്ടോ. പാലുള്ളത് കൊണ്ടേ ശരിയാവും. അച്ചിങ്ങ ജോർജേട്ടന്റെ എന്നത്തെ പാലുണ്ട്. പിന്നെ ആ മേടിച്ച കവറിൽ തന്നെയാ തയ്ക്കാൻ കൊടുത്തായിരുന്നു. അത് ശരി. വന്നു പുള്ളിക്കാരി റെഡി ആയിരുന്നായിരിക്കും അവിടെ. ഒന്ന് അളവ് കൊടുത്തത് 2 തയ്ച്ച് കിട്ടിയത്. ആ ഒലീവ് ഗ്രീന്റെ ഷെയ്ഡ് ഉള്ളത് നല്ലതാന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി നമുക്കതൊന്ന് വിടുത്തി കാണിക്കാം. പിന്നെ ആവട്ടെ, കറി എടുപ്പത്തല്ലേ ഗ്രീൻ ടീ അവിടെ ഉണ്ട്. എടി വേറെ ഓർമ്മ ഇല്ല എടി, ഒരു ഗ്രീൻ പ്രിന്റ് അവിടെ മെറ്റീരിയൽ കണ്ട. അത് ഞാൻ ഓർത്തേ 220 പെർ മീറ്റർ. നൈറ്റിക്കല്ല, എനിക്ക് ഗ്രീനില് പ്രിന്റ് ഉള്ള ഒരു ബ്ലൗസ് പീസ് എടുക്കണം. കനവും കുറവാ, അത് ഒരെണ്ണം എടുക്കണം. 1 മീറ്റർ എടുക്കാം. കൊറേ കാന്താവർക്കിനൊക്കെ ഇടാറ്, ആ സിൽക്ക് കാന്താവർക്കിന്. അതെ. ഓക്കെ, അപ്പൊ നല്ല വെയിലത്താ വരവ്. അപ്പൊ ഗ്രീൻ ടീ കുടിക്കാം. വീണ്ടും ചൂടോ? ചൂടത്തെന്ന് വരുമ്പോ ചൂട് തന്നെയാണോ അപ്പ കഴിക്കണേ? ചൂടുണ്ടോ പുറത്ത്? മൂടലുണ്ട്. ഉദ്ദേശം എത്ര ഡിഗ്രി ഉണ്ടാവും? അത്രയൊക്കെ ഉണ്ടോ? അത് ചുമ്മാ പറയടാ. അത്രയുണ്ടല്ലേ? 2 ഡിഗ്രി കുറഞ്ഞെങ്കിലും 2-3 ഡിഗ്രി എങ്കിലും കുറയും. ഓ, എന്നാലും അത്രയും ഉണ്ടാവൂലേ? ആഹാ, ഞാൻ ചുമ്മാ പറഞ്ഞാന്നാ വിചാരിച്ചേ. ഓറഞ്ചാണോ? കറി നാരങ്ങ. ഇത് അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ ഉള്ളതില് നീര് ഒരു മീഡിയം ഇതായി ഉണ്ടാവുള്ളൂ. ആ പുറമെ ഇങ്ങനെ ഈ ഒരു തരം കൊമള പോലെയുള്ള തൊലിയില്ലേ, അതാണെങ്കിൽ കുറെ കൂടെ നീരുണ്ടാവും. അല്ല, അതിന്റെ ഒരു കൊമള പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പയ്ക്ക് കറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്. ഇതില് കൊമളയില്ല. ഇതൊരു നീരിലായിരിക്കും, തീരെ നീര് കുറവില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കും. നീരുള്ളതിനായി രുചിയുള്ള ഉണ്ടാക്കിയത്. ഇത് വേണമെങ്കിൽ ഞാൻ നുറുക്കി തരാൻ കേട്ടോ. അപ്പ നുറുക്കി തരാന്ന് പറഞ്ഞിട്ടോ. തേങ്ങാ വറുത്തരപ്പില്ല, വറുത്തരപ്പ് ഉണ്ടാക്കണം. ആദ്യം നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോ മാറ്റി വെച്ചില്ലേ, ആ വെളിച്ചെണ്ണ ഇപ്പൊ തന്നെ ഉപയോഗിക്കാറായി. മുഴുവൻ വേണ്ട കേട്ടോ. അതെ കണ്ടോ, പൊട്ടറ്റോ പതുക്കെ ഒന്ന് ബോയിൽ ചെയ്തേച്ചേ വെള്ളം ഊറ്റിക്കൊണ്ട് വന്നതേ. വെള്ളം ഊറ്റിയ ഇതിൽ തന്നെ ഇരിക്കും. അതെ, ഗ്യാസ് അങ്ങ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതേ കാണിച്ചു തരാം. ഞാൻ മറ്റേ വലയൊന്നും എടുത്തില്ല. ഞാൻ നോക്കിയപ്പോ 2 ഇതല്ലേ ഉള്ളത്. ഇതിനകത്തേക്ക് വറവരി കോരണം. ഇനി നമുക്കേ ഷൈനിലുണ്ട് ഇങ്ങനത്തെ വറവരി കോരണ ഒരു ചെറിയ മേടിക്കാറായിട്ടുണ്ട്. ചെറുത് നിർബന്ധമായിട്ട് വേണം. അത് ആവശ്യമുണ്ട് പലതിനും, ഇങ്ങനെയുള്ള പല ഉപയോഗത്തിനും. അപ്പൊ ഇതിലേക്കേ ഇടുക. ഈ വഴറ്റണതെല്ലാം ഉണ്ടല്ലോ, ഓയിലിന് പകരം നെയ്യാണെങ്കിലോ? അങ്ങനെയില്ലേ, ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഹെൽത്ത് വൈസ് ശരിയാവൂല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഹെൽത്ത് അത് ശരിയാവൂല. എല്ലാം അങ്ങനെ ചേർത്ത് ഈ പറഞ്ഞ പോലെ നെയ്യ് ആഡ് ചെയ്താൽ പറ്റൂലല്ലോ. നെയ്യാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇവിടെ ഈ നെയ്യുടെ ഇതാണ് എല്ലാവർക്കും. മറ്റേ നെയ്യ് തന്നെ എടുക്കാത്തെ. അപ്പം മേടിച്ച നെയ്യ് ഒന്ന് തീർന്നോട്ടെ, അത് തീരാതെ പിന്നെ മറ്റേ പൊട്ടിക്കാൻ പറ്റുമോ? അത് എന്നാന്ന് വെച്ചാൽ മറ്റേ നെയ്യ് മേടിച്ച ഉടനെയല്ലേ നീ നമ്പീശം കൊണ്ടുവന്നേ, അതാ പറ്റിയത്. ഇവിടെ മേടിക്കുമ്പോ എപ്പോഴും തന്നെ മേടിക്കുമ്പോ വലിയ കണ്ടെയ്നർ അപ്പം മേടിക്കാറ്. ഇന്നാളെങ്ങാണ്ട് ഒരു പ്രാവശ്യം മാർജിൻ ഫ്രീയിൽ ചെന്നപ്പോ വലുതവിടെ സ്റ്റോക്ക് ഇല്ലാഞ്ഞുകൊണ്ട് ചെറിയ ഒരു
ഇത് മേടിച്ചുകൊണ്ട് വന്നു. അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്ത് ചെറുത് മേടിച്ചെന്നേരം പറഞ്ഞു വലുത് അവിടുത്തെ സ്റ്റോക്ക് തീർന്നിരിക്കുക, 2 ആഴ്ചയൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പം വന്ന ഉടനെ തന്നെ അപ്പം വലുത് മേടിച്ച് വെച്ചു. ഇനി പിന്നെ അത് എപ്പോഴും നല്ല ചിലവാന്നാ പറയുന്നത് അവിടെ. ഇതില്ലേ ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. കാരണം നമ്മള് വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വേവിച്ചതാണ് ഓൾറെഡി. ഇത് ബോയിലല്ല, സോട്ടാവും. ആ അത് തന്നെ സോട്ടായാൽ മതി കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ നെയ്യ് കിടന്നൊന്ന് മൂപ്പിക്കുന്നതിന്റെ ടേസ്റ്റ് വന്നും വെള്ളച്ചൊവ ഉണ്ടാവരുത്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ദേ ഇത്രയും മതി ഇത്. ദേ നോക്കിക്കോട്ടോ, ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഈ എണ്ണ ഈ മസാല ഇതിലിരിക്കുന്ന കളയാൻ അല്ല ഇതിലേക്ക് ചേർക്കാനായിട്ട് വിദ്യ ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ കാണിക്കാം. കുറച്ചേ ഉള്ളൂ, എന്നാലത് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇത് ഇനി ഇതെല്ലാമായിട്ടൊന്ന് ചേരണം. പൊട്ടറ്റോ മസാല എന്നല്ലേ നമ്മൾ പേരിട്ടേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഞാനിട്ട പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് എന്നാന്ന് 1-2 കാര്യം ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതായത് ഇതിലേക്കൊന്ന് ചേർന്ന് കഴിയുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോന്നാണ്. ടൊമാറ്റോയും സവോളയും വഴറ്റിയപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പൊട്ടറ്റോ വേവിച്ചപ്പോൾ അതിലും ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം മൊത്തം ഒന്ന് ഇതായിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഇപ്പം ഉപ്പുണ്ട്. വേറെ ചില സംഗതികൾ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കാം കേട്ടോ ഉപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്യാനുള്ളത് ദേ സ്വല്പം കുരുമുളക് പൊടി, കുരുമുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും. ഇത് മതിയാവും. ഓൾറെഡി പിരിയമുളക് ആണെങ്കിൽ ഇച്ചിരി എരിവൊക്കെ അതിനുണ്ട്. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാട്ടോ. ഞങ്ങൾ പച്ചമുളക് ചേർക്കണില്ല. എരിവിനോട് നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങൾ എപ്പോഴും പറയും എരിവിനോട് അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം എരിവ് ചേർക്കാറില്ല. അത് കാരണം ചേർക്കണില്ല. അത് ദേ കുരുമുളക് പൊടി എടുത്തു. ഒരു സ്വല്പം ഗരം. അപ്പം അത് ഉമ്മണ്ടല്ലോ. ഉമ്മുണ്ട്. നീ വെയിലത്ത് നടന്നു കിടന്ന് ജലദോഷത്തിനുള്ള പുറപ്പാടാന്ന് തോന്നണം. ഇനി എന്നാ ചെയ്യാൻ പോണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഈ പ്ലേറ്റിലൊക്കെ ഉള്ള മസാല ഇതിലേക്ക് നമുക്ക് ചേർക്കാമെന്ന്. അതെങ്ങനെ ചേർക്കണമെന്ന് കാണിച്ചു തരാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇത് അപ്പം മസാലകളെല്ലാം ഇതിലേക്ക് മിക്സ് ആകും. കൂടാതെ ചെറിയൊരു കുറുകലും കിട്ടും. അതുകൂടാതെ കുറുകലിന് വേറൊരു മാർഗവും കൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ മാർഗം എന്നോട് വർഷങ്ങൾ മുമ്പ് പറഞ്ഞു തന്നേക്കണ പറവൂര ലാൽചാച്ചന. അത് ഞാൻ പറഞ്ഞു തരാം എന്നാന്നുള്ളത്. ഇത് ചെറു ചൂടുവെള്ളം കേട്ടോ. ഇതിനു വേണ്ടി വെള്ളം ചൂടാക്കിയതാണ്. ഞാൻ ഗ്രീൻ ടീ തിളപ്പിച്ചപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചായിരുന്നു. അപ്പം ആ വെള്ളം ബാലൻസ് ഉള്ളതെടുത്ത് കപ്പിലൊഴിച്ച് വെച്ചിരുന്നത്. കുറുകാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്നാന്നുള്ളത്. ചെയ്യുമ്പോൾ കാണിക്കാം. ഇതേ പിടിക്കുവാണേ. ഇനി നമുക്ക് ഇളക്കാം. അപ്പം ഇത് വെള്ളമായിട്ട് കിടക്കും. ഇനി ഇത് മസാലകളെല്ലാം ഇതിലേക്ക് മൊത്തം എല്ലാത്തിലേക്കും പിടിച്ച് ഒരു ചെറിയ ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് പിന്നെ ഡെക്കറേഷന് വേണ്ടി കറിവേപ്പില പറിച്ചോണ്ട് തന്നെ ഇരുന്നതൊക്കെ തീർന്നു. കറിവേപ്പില മല്ലിയില ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ കൂടെ ഞാൻ പറഞ്ഞില്ലേ കുറുകലിന് വേണ്ടി ചെയ്യുന്ന ഒരു മാർഗം ഡേ ഇതെങ്ങനെയാന്ന് കാണിച്ചു തരാം. നിനക്ക് മനസ്സിലായി കാണും എങ്ങനെയാന്ന്. ചെയ്യാറുണ്ടോ നമ്മൾ ഇടയ്ക്ക്. ദേ വേറെ പ്ലേറ്റ് എടുക്കണ്ടല്ലോ. ദേ കൈ കഴുകിയേച്ച് കൈ കൊണ്ട് ഉടക്കുക കേട്ടോ. പണ്ട് മൂലേ ലാച്ചാച്ചൻ ഇത് പറയുമായിരുന്നു. പിന്നെ അതുപോലെ എന്നോട് പറയും കടലക്കറിയില്ലേ, കടല റോസ്റ്റ് ഉണ്ടാക്കുമ്പോ കുറച്ച് കടല വേവിച്ച കടല അതിൽ നിന്ന് എടുത്തേച്ച് ആ കടല അതിലേക്ക് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ചേർക്കാം. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ആരോ കടലയുടെ ഒരു ടിപ്പ് പറഞ്ഞത്, വേവിക്കുമ്പോ ഒരു നുള്ള് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു നുള്ള് മാത്രം വേവിക്കുമ്പോഴല്ല കുതിർത്തുമ്പോ കൂടുതലാവരുത്, ഒരു നുള്ള് മാത്രം. സോഫ്റ്റ് ആവുന്നു കടല. അത് അങ്ങനെ ചെയ്യണം. തൊലി നല്ല സോഫ്റ്റ് ആവുമെന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തേച്ച അഭിപ്രായം പറയാം കേട്ടോ. ഇനി കടല ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. ദേ ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഒരു കഷ്ടി ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. എന്നത്തേയും വെള്ളം സിമ്മിലായിട്ടോ ഇപ്പം കിടക്കണത്. വെള്ളമൊക്കെ പാകമാവും. ഇങ്ങനെ ഒരു ചെറിയ കുഴമ്പ് പരുവത്തിനിരിക്കും കേട്ടോ. മൂടി വെക്കാം. ഉപ്പ് നോക്കിയേച്ച് ചെയ്യാം. അല്ലെങ്കിൽ വറ്റി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയാലോ? അത് മതി. എന്നാന്ന് വെച്ചാൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവുന്നേ. വറ്റട്ടെ. വറ്റി കഴിയുമ്പോഴേ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതിലിരുന്നാ ഒരുപാട് വറ്റും. എന്നിട്ട് വൈകിട്ടത്തേക്ക് എടുക്കണോളൂ. അപ്പൊ മണി ഇപ്പൊ എത്രയാണെന്ന് നോക്കിക്കേ. 12:15. വൈകിട്ടത്തേക്കുള്ള കറിയാട്ടോ ഇത്. ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓൾറെഡി. ഇനി ഒന്ന് മൂടി വെക്കട്ടെ. മൂടി വെക്കാം.
കാര്യം സവോള വഴറ്റിയപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി നമ്മൾ വെച്ചേക്കണ കുറച്ച് ആഡ് ചെയ്യണത് നിങ്ങളെ കാണിച്ചായിരുന്നു. പക്ഷെ അത് നമുക്ക് മതിയായില്ല. പൊട്ടറ്റോയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റിങ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു സ്വല്പം ഈ സമയത്ത് അതിലേക്ക് ചേർക്കുക കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അധികം ഇത് കുറുകാൻ വെച്ചോണ്ടിരിക്കേണ്ട, നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇച്ചിരി കറിവേപ്പില ടൊമാറ്റോ ഇട്ടപ്പോൾ ഇവിടെ ഇരുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടേച്ച് പാത്രം മാറ്റാം കേട്ടോ. ദേ ഫൈനൽ ഫോമിലായി കറി. ദേ ഇനി ഇരുന്നിച്ചിരി പറ്റൂട്ടോ. ദേ എന്റെ തനതായ രീതിയിൽ മല്ലിയില ഇരുന്നത് പിച്ചിക്കീറി അതിലേക്ക് ഇടുന്നു. പിച്ചിക്കീറിയാണ് ഇടണ്ടേ, എങ്കിലാണ് അരോമ കിട്ടുള്ളൂ. ഇനിയില്ലേ ഈ ഫോമില് പടം ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതെല്ലാം ഇളക്കി മിക്സ് ആക്കും ഇലയുടെ ഒക്കെ. അപ്പൊ ഈ ഫോമില് കിട്ടാവുന്ന രീതിയിലുള്ള പടം കംപ്ലീറ്റ് പിടിച്ചോ, പിന്നെ ഞാൻ പാത്രം മാറ്റും. അപ്പൊ നിനക്ക് പിന്നെ ഈ രീതിയിൽ എടുക്കാൻ പറ്റൂല. പാത്രം വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം കേട്ടോ. പടം എടുത്തോ, നല്ല കറിയാടി. ഇത് ചോറിന്റെ കൂടെ കഴിക്കാം. പുട്ടിനും കഴിക്കാമെന്ന് എനിക്ക് പുട്ടിന് സൂപ്പർ ആയിരിക്കും എന്നെനിക്ക് തോന്നണം. ഉപ്പ് മതി നോക്കിക്കേ, ഇച്ചിരി എടുത്തോളൂ. ചൂടായ കൊണ്ടാട്ടോ അങ്ങനെ എടുത്ത്. കിട്ടിയില്ല ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. അതെ, അങ്ങനെ വേണമെങ്കിൽ പേര് അങ്ങനെ ഒരു പുതിയ പേരിടാം. കാരണം എന്നാന്നോ, ഞങ്ങള് ഗരം മസാല ആഡ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ചൂടുണ്ട്, അതാണ് ഇച്ചിരിച്ചിടുന്നത്. ഭയങ്കര ചൂടാവും. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി അങ്ങനെ പേര്. ഇനി ഞാൻ വേറെ ഒരു ചാറുകറി ഉദ്ദേശിക്കുന്നുണ്ട്. ഏത്തക്കാവുണ്ട്. മീനില്ലാത്ത മീൻകറി. ഏഹേ, അത് വേറെ ടൈപ്പ്. വേറൊരു ടൈപ്പാ. ഇത് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി. ഇത് കഴിച്ചോ, നല്ലതാ. കിട്ടിയോ? നല്ലതാ. ഇപ്പൊ ഇതേ പടം എടുത്തോ. അമ്മ പാത്രം എടുത്തോണ്ട് വരട്ടെ. പുറത്തിരിക്കോ, പാത്രം എടുത്തോണ്ട് പാത്രത്തിൽ പകർത്താം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇല്ല ചിക്കൻ കറി റെഡി ആയത്. ഇനി പകർത്തി വെക്കോ, വൈകുന്നേരം കഴിക്കണേ. വൈകിട്ടാ കഴിക്കണേ. നല്ല എളുപ്പാട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാ. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കണില്ലെങ്കിൽ ശരിക്കും ഒരു 20 മിനിറ്റ് കൊണ്ട് സംഗതി തയ്യാറാക്കും. വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ ഒരാൾ വീഡിയോ എടുക്കണം, ഒരാൾ അതിന്റെ രീതിയിൽ വേണ്ടത് ചെയ്യണതുകൊണ്ടാണ് ഈ ഡിലേ വന്നെ കേട്ടോ. ഇത് എല്ലാവർക്കും പരീക്ഷിക്കാം. വെജിറ്റേറിയൻകാർക്കൊക്കെ ഇഷ്ടപ്പെടും. പ്യുവർ വെജിറ്റേറിയൻ കറിയാണ്. ചോറിന്റെ കൂടെയും കഴിക്കാം. പുട്ടിന്റെ കൂടെയും ബെസ്റ്റ് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചപ്പാത്തിയിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ പുട്ടാണെന്ന് ഡൗട്ട് ഉണ്ട് അല്ലേ. ഇത് കറിയുടെ ടേസ്റ്റ് കൂട്ടി നോക്കിയപ്പോഴേ തോന്നണോ, അങ്ങനെ അറിയില്ല. കഴിഞ്ഞു. ഇനി കഴിക്കുമ്പോ കാണാം. ഇനി ചൂടാറാനായിട്ട് വലയിട്ട് മൂടി വെക്കാം. അത് കഴിഞ്ഞിട്ട് 2 പൊട്ടറ്റോ എടുത്തോളൂ. 2 പൊട്ടറ്റോ, 2 സവോള, 1 ടൊമാറ്റോ, അത്രേ ഉള്ളൂ. അപ്പോൾ രാത്രിയില്ലേ 10 മണിയായി. അപ്പ ഐസിന് പോയി വന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും ഭാര്യയും വന്നു. അപ്പൊ വർത്താനം പറഞ്ഞിരുന്ന കുറച്ച് അതും ഇതൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഒരു തണ്ണിമത്തൻ ഞങ്ങളങ്ങ് പൊളിച്ചു ഇവിടെ ഇരുന്നത്. അതൊക്കെ കഴിച്ച് കുറെ ലാത്തി അടിച്ചവര് 8:30 കഴിഞ്ഞപ്പോ പോയി കഴിഞ്ഞപ്പോ ഇവിടെ കുളി പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പൊ മേടിച്ച ചപ്പാത്തിയാ. അതിന്റെ കൂടെ നിങ്ങൾ കണ്ടല്ലോ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ മസാല അല്ലേ, ചിക്കൻ റോസ്റ്റ്. അത് കൂട്ടി ചപ്പാത്തി കഴിക്കാൻ നേരത്തെ കാണിക്കാട്ടോ. ചപ്പാത്തി ഇതാക്കട്ടെ, കാരണം ടൈം കുറച്ച് പോയി, അതുകൊണ്ടാട്ടോ. എനിക്ക് ഒരെണ്ണം മതിയാവും, കാരണം വേറെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ട്. അവര് വന്നപ്പോ സീഡ്ലെസ് മുന്തിരിങ്ങ കൊണ്ടുവന്നു. ഇവിടെ ഓർഡിനറി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചതുണ്ട്. ഏത്തപ്പഴം വൈകിട്ട് തിന്നല്ലേ, കാലത്ത് എടുക്കണോളൂ. ഞാലിപ്പൂമ്പഴം, പാളയംകുടം പഴം, വെല്ലിപ്പഴം വീട്ടിലെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അവര് കൊണ്ടുവന്ന സീഡ്ലെസ് കുറച്ച് കഴിക്കണം. പിന്നെ നീ മേടിച്ച വേറൊരു സാധനവും കഴിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് മതിയില്ലേ? അപ്പക്ക് 3 വേണമായിരിക്കും. ഒരെണ്ണം അധികമാണെങ്കിൽ ഞാൻ എടുക്കുവായിട്ട് ചെയ്യലാണ്ട് പിന്നെ ഇങ്ങനെ അപ്പൊ കൊടുത്തേച്ച് നമുക്ക് ചോദിക്കാം. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണല്ലേ, അഭിപ്രായം അറിയണമല്ലോ. അപ്പ ബസ്സിന് പോയി, വനിതാ ഐസിന് പോയി വൈറ്റിലെ വന്ന ഹബ്ബിന്ന് കയറിയ ബസ്സിന് വൈറ്റിലെ മുതലേ മുളന്തുരുത്ത് വരെ നിന്നു. അയ്യോ, കിറ്റുമായിട്ടാ. ഞാനാണെങ്കിൽ അങ്ങനെയുള്ള സീറ്റില്ലാത്ത ബസ്സില് കയ്യില് സാധനങ്ങളുമായിട്ട് നിക്കൂല, കേറൂല. സീറ്റുള്ളതില ഞാൻ കയറി പോരുള്ളൂ. അത് മതിയായിരുന്നു. നല്ല മേടിക്കുന്ന ചില ചപ്പാത്തി അങ്ങനെ വരൂടി കൊമ്പള പോലെ. ഇപ്പൊ അമ്മ കംപ്ലീറ്റ് സിലിക്കൺ സ്പാറ്റിൽ ആക്കിയില്ല.
ഇതിനൊക്കെ ഓറഞ്ച് മതി. എന്നാന്നറിയാമോ, പിങ്കിന്റെ ആവശ്യമില്ല. പിങ്ക് ഇച്ചിരി വലുതല്ലേ. പിങ്കിന്റെ ഏതാണ്ട് നമ്മൾ എടുത്തല്ലോ. ഇന്ന് ഫാനിന് തന്നെ കാറ്റ് കുറവാണോ? അത് കുറച്ചിട്ടേക്കണമെന്ന് തോന്നുന്നു. കൂട്ടിയിടാ ഞാൻ. കൂട്ടിയിട്ടോ. നിങ്ങൾക്കൊക്കെ ചപ്പാത്തി വിത്ത് കറി, എനിക്ക് ചോറ് വിത്ത് കറി. ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് അങ്ങനെ ഇപ്പൊ ഉപയോഗം വളരെ കുറവാണ്. ഒരു മിനിറ്റ് കേട്ടോ. കറി ഇടുവാണേ. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ മസാല. അപ്പടി ചോദിക്കാം, താൽക്കാലിക ശമനത്തിന് ഗരമൊക്കെ ഇട്ടേക്കണോണ്ട് ഇഷ്ടക്കുറവുണ്ടാവും. ഇല്ലായിരിക്കും. പിന്നെ പെരണ്ടായിരിക്കണത്. അതുകൊണ്ട് അപ്പക്ക് മുക്കി കഴിക്കാനൊന്നും കുഴപ്പമില്ല. ഇത് നിനക്കട്ടോ. ഇത് എനിക്കാണോ? എനിക്ക് അത്രയും കറി വേണ്ടായിരുന്നു. ഇച്ചിരി അപ്പേടയിലേക്ക് ഇട്ടോ. നീ ഒന്നും പറയാത്തോണ്ടല്ലേ ഞാൻ ഇട്ടോ. ഞാൻ വിചാരിച്ച അപ്പയ്ക്കാണോ. ഇത് കഴിക്കാൻ മേലെ ഇച്ചിരി കൂടി എടുത്തോ. ഒരു ചപ്പാത്തിക്ക് അത്രയും കറി വേണ്ട. ഇച്ചിരി കൂടി എടുത്തോ. ഇച്ചിരി കാര്യമായിട്ട് എടുത്തോ. പലതും കഴിക്കാനിരിക്കണം. ഇത് കഴിക്കാം. ഇച്ചിരി ഉള്ളു. നീ അപ്പയ്ക്കട്ടോ. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. മല്ലിയില കേട്ടോ അത്. തണ്ട് ഇത് ഇരുന്നപ്പോഴേ കുറച്ചും കൂടി ഒന്ന് കുറുകി കുറുകണം ശരിക്കും. ആ പാകത്തിന് വറ്റിച്ചു വെച്ചാൽ നന്നായില്ലേ വെച്ചേ. നിനക്കിതേ ഇച്ചിരി വേണമെങ്കിൽ വെച്ചേക്കാൻ. രാവിലെ പുട്ടിന് വേണമെങ്കിൽ. പുട്ടിന് കഴിച്ച് കാണിക്കുകയും ചെയ്യാം. എന്നോട് പറഞ്ഞല്ലോ അതെ പുട്ടിന് വേണമെന്ന്. ഞാൻ കൊടുക്കാം. സമയം വൈകിയതാട്ടോ. ഇപ്പൊ തന്നെ എടുക്കും. ഞാൻ വന്നോളാം. ഞാനിവിടെ അടുക്കി പറക്കി വെച്ച് ചോറുന്നുണ്ട്. ഒരുപാട് എനിക്ക് ഇഷ്ടമല്ലേ കുത്തഴിഞ്ഞ് ഇങ്ങനെ. ഞാനിപ്പോ തന്നെ വരും. വരുമ്പോ കാണാം. അപ്പയോട് ചോദിക്കാം. നിന്റെ അടുത്തോണ്ട് പോരാ. ഞാൻ എടുത്തോളാം. ബാ. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ മസാല. വിത്ത് ചപ്പാത്തി. കണ്ടിട്ടൊരു ചിക്കന്റെ മണമൊക്കെ ഉണ്ട്. താൽക്കാലിക ആശ്വാസം. നോയമ്പ് കാലമാണ്. ചിക്കന്റെ മണം അടിച്ച് പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ വഴുതി പോകരുത്. പാടില്ല. എങ്ങനെയുണ്ട്? നല്ലതാ. ടേസ്റ്റിയാ. ചിക്കന്റെ കുറവ് തോന്നുന്നുണ്ടോ? ഇല്ലേ? നല്ലതാ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയും ചെയ്യാം അല്ലേ? ഒരു കുഴപ്പമില്ല. നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാ. ചോറിന്റെ കൂടെ ചിലപ്പോ ചോറിന്റെ കൂടെ നല്ലായിരിക്കും തോന്നുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നി. നല്ല ഭംഗിയുണ്ട് കാണാനും അല്ലേ? കാണാനും നല്ലതായിരുന്നു. നല്ല മണമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നന്നായിട്ട് കുറുകുകയും ചെയ്തു. എന്നാ ചാറും ഉണ്ട്. ഇങ്ങനെയാണ് കുഴഞ്ഞിരിക്കണ്ട. ഒരുപാട് ചാറും ഒരുപാട് കുറുകലും അല്ലാതെ ഇത് പാകാം. പൂരിക്കും നല്ലതായിരിക്കും. പൂരിക്കും നല്ലതായിരിക്കും. എല്ലാത്തിനും കൂടെ നല്ലതാ. പുട്ടിന്റെ കൂടെ നല്ലതായിരിക്കും. എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതെ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പറഞ്ഞു ചോറിന്റെ കൂടെ മസാല നല്ലതാണ്. സാമ്പിളിന് വേണ്ടി സ്വല്പം ഉണ്ടാക്കിയോ. 2 പൊട്ടറ്റോ, 2 സവോള, 1 ടൊമാറ്റോ. അമ്മ എടുത്തോ മസാല? ചോറും പച്ചമോരും അമ്മയുടെ കറി കാണിച്ചു തരാം. അത് കുഴപ്പമില്ല. ഉള്ളത് കാണിക്കാം. അച്ചിങ്ങയൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. പച്ചമോരുണ്ടെന്നേ. ഓൾ ഇൻ വൺ കറിയാണ്. ഏത്? നമ്മുടെ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ റോസ്റ്റ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു പുട്ടിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഇന്ന് ഒരുമിച്ചിരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു.